സാർ ഈ പടം റിലീസ് തിരുവനന്തപുരത്താണ് കണ്ടേ? അതെ, ഫാമിലി ആയിട്ട് പോയിരുന്നത്? അല്ല, ആദ്യം ഞാൻ ഫ്രണ്ട്സുമായിട്ട് കണ്ടിട്ട് പിന്നീടാണ് ഫാമിലി ആയിട്ട് കണ്ടത്. എൻ്റെ ഒരു കാര്യം ആ കൂട്ടത്തിനിടെ പറയാം, എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയും ഫസ്റ്റ് ഡേ കാണുന്ന ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കാണുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു പൊരുത്തമില്ല. സാറേ, അപ്പം നമ്മൾ വേറെ കാര്യം ചോദിച്ചോട്ടെ, അതിനകത്ത് ആ ജോൺ ഹോനായി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ, അത് ഭയങ്കര ഹിറ്റായതാണ്. അതിലേക്ക് എങ്ങനെ നിങ്ങൾ മൂപ്പരെ സെലക്ട് ചെയ്ത്? പുള്ളിക്കാരന് അത് ഭയങ്കര ഒരു വിജയമായി കിട്ടി കാണാൻ. യഥാർത്ഥത്തിൽ ഈ ജോൺ ഹോനായിക്ക് വേണ്ടി പലരെയും അവർ ആലോചിച്ചിരുന്നു. അവസാനം റിസയിൽ ചെന്നെത്തിയത്. അതിനുമുമ്പ് റിസാബാവ ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിൽ നായകനായിട്ട് അഭിനയിച്ചു. സാറേ, ഷാജി കൈലാസ് സാറിന്റെ സിനിമയല്ലേ? അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഡോക്ടർ പശുപതിയുടെ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിൽ അത് പറയുമ്പോൾ സന്തോഷമുണ്ട്, കുറച്ച് ഫീലിങ്സും ഉണ്ട്. കാരണം വെച്ചാൽ എൻ്റെ നായികയായിട്ട് അതിൽ അഭിനയിച്ച കൽപ്പനയാണ്. UDC കുമാരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കൽപ്പന. കൽപ്പന എന്ത് മനോഹരമായിട്ട് കൽപ്പന ചേച്ചിയുടെ അന്യായ പെർഫോമൻസ് ആണ്. അഖിലാണ്ട അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിൽ. ആ ഒരു പെർഫോമൻസ് എന്ത് രസമായിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയും. മലയാള സിനിമയിൽ ഹാസ്യതാരങ്ങൾ ആണുങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിലും പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു ഹാസ്യ നടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പന ചേച്ചി നമുക്ക് എടുത്തു പറയാവുന്ന നമ്മുടെ ചേച്ചിയാണ്. അതിൻ്റെ ആ ക്യാരക്ടറൈസേഷൻ പറയുമ്പോൾ UDC കുമാരിയെ പ്രേമിക്കുന്നത് സൊസൈറ്റി ബാലനെന്ന് ഞാൻ, എൻ്റെ അച്ഛൻ പറവൂർ ഭരതേട്ടനും കൽപ്പനയാണ് പ്രേമിക്കുന്നത് UDC കുമാരിയെ. അച്ഛനും മകനും ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു എന്നുള്ള ഒരു സംഭവം കൂടെ ഈ ഡോക്ടർ പശുപതിയിലുണ്ട്. മാത്രമല്ല അതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ കൽപ്പനയുമായിട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഭരതേട്ടനെ കാണുന്നുണ്ട് ഒരു സീനിൽ. ഭരതേട്ടൻ എന്നോട് പറയുന്നുണ്ട്, എന്താടാ വീട്ടിൽ പോടാ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അച്ഛൻ പോടാ 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 എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതിന് പുള്ളി ചികിട്ടത്ത് അടിക്കുന്നുണ്ട് എന്നെ. ഒറ്റ അടി നിങ്ങൾ വിശ്വസിക്കില്ല. ഇവിടെ കൊണ്ട് ഒരു 2 മിനിറ്റ് ഞാൻ എന്താ പറയുക, എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്ന് കറങ്ങുക, ഇരുട്ടായി, ഈ പൊന്നീച്ച പറക്കുന്നു കേട്ടിട്ടുള്ളൂ, ഫുൾ ഒരു ബ്ലാക്കായി. അത്രയ്ക്ക് ഭരതേട്ടൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഒറ്റ അടി, അത് അടി ടൈമിങ് തെറ്റി. എന്നിട്ട് സാറേ വല്ലതും പറ്റുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഭരതേട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സാറേ സാറേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ നമ്മളെയൊന്നും സാറേ എന്നൊന്നും വിളിക്കരുത്. ഇല്ല സാറേ വല്ലതും പറ്റുമോ? യഥാർത്ഥത്തിൽ ഞാൻ കരയണമെന്നുണ്ട്. ആൾക്കാരെല്ലാം ചിരിക്കുകയാണ്. ഈ ഷൂട്ടിംഗ് കണ്ടുപിടിക്കുന്ന ക്രൗഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി അടി ഇങ്ങനെ കൊണ്ട് ടക്കെന്ന് ശബ്ദം കേട്ടു. സിനിമയിൽ സ്പെഷ്യൽ ശബ്ദമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് നല്ല ശബ്ദമാണ്. എല്ലാവരും ഓടി വന്നു ആ സീൻ കഴിഞ്ഞപ്പോൾ. എല്ലാം പറ്റും. ഞാനങ്ങ് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല. പക്ഷേ വൈകുന്നേരം ചെന്ന് ആവിയൊക്കെ പിടിച്ച് ഭരതേട്ടൻ്റെ ഒരു അടി, അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ സിനിമയിൽ നമ്മൾ ചികിട്ടത്തടിക്കാൻ ഒരു ടൈമിംഗ് ആണ്. ഇതാ അങ്ങനെ അങ്ങ് തിരിയണം. അതല്ലാതെ ഇവിടെ വെച്ച് കൊള്ളുക എന്ന് പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ പശുപതി, ആ പശുപതിയിലെ റിസബാവയാണ് ഇതിനകത്ത് പിന്നെ ജോൺ ഹോനായി ആയിട്ട് വരുന്നത്. സാറേ, ഈ പശുപതി ഹിറ്റല്ലായിരുന്നു? പശുപതി നല്ല വിജയമാണ്, നല്ല വിജയമാണ്. ന്യൂ സാഗ പ്രൊഡക്റ്റ് അല്ലേ സാറേ? അതെ 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 അതെ. ഷാജി കൈലാസ്, സന്തോഷ് ശിവനാണ് ക്യാമറ. അതൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു സിനിമയാണ് ഡോക്ടർ പശുപതി. ഡോക്ടർ പശുപതി സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹിസൈനസ് അബ്ദുള്ള. അതിൽ മീശ ഇല്ലാത്ത കഥാപാത്രം, അതുകൊണ്ട് മീശ പൊടിച്ച് വളർന്നു വരുന്നേ ഉള്ളൂ ഈ പശുപതിയിലെ കഥാപാത്രം. ഹൈനസ് അബ്ദുള്ള കഴിഞ്ഞിട്ട് നേരെ വന്നത് ഈ ചിത്രത്തിലാണ്, ഡോക്ടർ പശുപതി. പശുപതി കഴിഞ്ഞിട്ടാണ് സാർ മറ്റേ ഇൻഹരിഹർ. ഏതാ ഇൻഹരിഹർ ജോയിൻ ചെയ്യുന്നപ്പോഴാണ്? ഇൻഹരിഹർ അതിന് ശേഷമാണ്, പശുപതിക്ക് ശേഷമാണ്. അതല്ലേ ഈ റിസബയുടെ ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് പശുപതിയാണ്. അതിനുശേഷമാണ് ഈ ജോൺ ഹോനായി ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ സർ, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക കുസൃതി സമയത്തുള്ള ഒരു BGM-ഉം ജോൺ ഹോനായിയുടെ BGM-ഉം ഒക്കെ ഭയങ്കര കിടിലമായിരുന്നു, സൂപ്പറായിരുന്നു. ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കുകയാണ്, രോമാഞ്ചം വരും ആ പാട്ടൊക്കെ കേൾക്കുന്നത്. ഇൻഹരിഹർ നഗർ എന്ന് പറയുന്നത് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം, മലയാള പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ഈ ഇൻഹരിഹർ നഗർ. അത് കൊച്ചുകുട്ടികൾ, ഇപ്പോൾ ഗോസ്റ്റ് ഹൗസിൻ കണ്ടിട്ട് കൊച്ചുകുട്ടികൾ TV-യിൽ എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞു, വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് കുട്ടികൾ. അപ്പോൾ അന്ന് സിദ്ദിഖ് ഒരു കാര്യം പറഞ്ഞു, ജഗദീഷിന് ഒരു ഗുണമുണ്ടാവും. ഇപ്പം ജഗദീഷിൻ്റെ പ്രേക്ഷകരെന്ന് പറയുന്ന അവരിപ്പോൾ മുതിർന്നവരാകുമ്പോൾ അവർ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ പിന്നാലെ പോയാലും വീണ്ടും കൊച്ചു കുട്ടികൾ വരുമ്പോൾ അവർക്ക് വീണ്ടും അപ്പുക്കുട്ടിനെ ഇഷ്ടമാവും.
എന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണ്. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ വീണ്ടും അവർ മുതിർന്നവരാകുമ്പോൾ ചിലപ്പോൾ അവർ വിവരം, ഞാൻ പറഞ്ഞു കുട്ടികൾ ബുദ്ധിയൊക്കെ വരുമ്പോൾ അവർ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും പിറകെ പോകും. അതുവരെ എൻ്റെ കൂടെയാണ്. അതുപോലെ കൊച്ചുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന സീൻ മറ്റേ കരയുന്ന സീൻ. അയ്യോ അയ്യോ അത് നോക്കിട്ട് എന്തായിരുന്നാലും ഹരിഹർ നഗർ ഇത്രയും വലിയ ഒരു സക്സസ് ആവുമെന്ന് നമുക്കറിയായിരുന്നു, ഹിറ്റാവുമെന്നറിയായിരുന്നു. ഇത്രയും വലിയ ഹിറ്റാവും എന്നുള്ളത് ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയ്ക്ക് ഒരു ഗ്രാൻഡ് റിസപ്ഷനാണ് കിട്ടിയത്. എന്താ പറയുക, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഈ കാക്കയുടെ കാര്യവും ഈ സിമ്പിൾ ഡ്രസ്സിൻ്റെ കാര്യവും ഒക്കെ തന്നെ കോളേജ് സ്റ്റുഡൻസ് വരെ ഏറ്റെടുക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ അവതരിപ്പിച്ച സ്കിറ്റിൽ സിമ്പിൾ ഡ്രസ്സ് ധരിക്കുന്നതിനെക്കുറിച്ചും കാക്കയുടെ കാര്യങ്ങളും ഒക്കെ റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വർഷം കഴിഞ്ഞാലും നല്ല സീനുകൾ, നല്ല സിനിമകൾ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. അതവരുടെ മനസ്സിൽ പച്ച പിടിച്ച ഓർമ്മകളായി തന്നെ നിലകൊള്ളും. അതാണ് ക്ലാസിക് എന്ന വകുപ്പിൽ പെടുത്താവുന്ന ചിത്രങ്ങൾ. ക്ലാസിക്സ്. അതിന് ഒരു കാലദേശങ്ങളൊന്നുമില്ല. എത്ര കാലം കഴിഞ്ഞിരുന്നാലും ഇതേ പ്രഭയോടെ തന്നെ അത് പ്രേക്ഷകർ ഏറ്റെടുക്കും. നിങ്ങളുടെ ചിത്രവും, നിങ്ങളുടെ പടത്തിൻ്റെ പേര് ഞങ്ങളുടെ സ്വന്തം പ്രൊഫസർ, ആ ചിത്രവും ക്ലാസിക് ചിത്രങ്ങളുടെ പട്ടികയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സന്തോഷം. വീണ്ടും ഈ അനുഭവങ്ങൾ നമുക്ക് തുടരാം.